ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. നമ്മുടെ ഇന്നത്തെ ടോക്ക് തുടങ്ങുകയാണ്. ചെറിയ കണക്ഷൻസ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് കാരണം മുമ്പ് ചെയ്ത ടോക്കിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ടോക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ നന്ദിയാണ്. കാരണം എൻ്റെ ഒഫീഷ്യൽ പേജ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ വേറെ ചില പേജസിലാണ് ചെയ്യാറുള്ളത്, ലൈവ് ടോക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജ്, അതിൻ്റെ പേര് ഡോക്ടർ സൗമ്യ സരൻസ് ഹീലിംഗ് ടോൺസ് എന്നാണ്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് 5-6 ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അതിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടോക്ക്, അതായത് എൻ്റെ ഫസ്റ്റ് ടോക്കിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളിലെ ഭക്ഷണശീലങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ ടോക്ക് ഞാൻ ചെയ്തത് എൻ്റെ സ്വന്തം പേജിൽ ചെയ്തത് 2 ദിവസം മുന്നെയാണ്. അപ്പോൾ ഞാൻ ഞാനൊരു വളരെ കുറച്ച് വ്യൂസ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. കാരണം വളരെ കുറച്ച് ഫോളോവേഴ്സും ലൈക്സും മാത്രമുള്ളൊരു പേജായിരുന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് വളരെ അത്ഭുതം തോന്നി. എൻ്റെ 50,000-ഓളം പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് പേരാണ് എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ആ വീഡിയോ എല്ലാം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്. കാരണം 10 പേര് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ 10 പേരുടെയും ഫ്രണ്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്, അവർ പിന്നെയും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഇത്രയും കൂടുതൽ വ്യൂസ് വന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം നമ്മൾ എത്ര തന്നെ എഫേർട്ട് എടുത്താലും വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പേജ് ഒരിക്കലും ഒരു സക്സസ് ആവില്ല. അപ്പോൾ എനിക്കതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ഇനിയും എൻ്റെ പേജ് ഡോക്ടർ സൗമ്യ സരൻസ് ഹീലിംഗ് ടോൺസ് എന്ന ഈ പേജ് ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതിൽ വരുന്ന എല്ലാ ടോക്സും നിങ്ങൾ കേൾക്കുക, ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കേൾക്കുന്നത് മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ പേരിലെത്തിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ, പിന്നെ കുറേ സംശയങ്ങൾ, കുറേ മെസ്സേജസ് എനിക്ക് കിട്ടി. 100ഓളം മെസ്സേജുകൾ, അതായത് 500-600 മെസ്സേജസോളം ഉണ്ട്. അതുപോലെ തന്നെ ടോക്കിൻ്റെ താഴെ ഉള്ള മെസ്സേജ് ബോക്സിലും ഇഷ്ടംപോലെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പേജിനെ പറ്റിയിട്ട്. കുറേ പേര് ചോദിച്ചു കണ്ടു, എൻ്റെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, പേഴ്സണൽ കോണ്ടാക്ട് നമ്പർ തരാൻ യാതൊരു നിർവാഹമില്ല, എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല. കാരണം ഇത് നിങ്ങൾ പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടി ഞാൻ തുറന്ന ഒരു ഫേസ്ബുക്ക് പേജ് അല്ല ഇത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ സംശയ നിവാരണത്തിനായിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുന്നവർ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സമയപരിമിതി കാരണം പേഷ്യൻസിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സമയമേ ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കാനുള്ളൊരു സമയമോ സാവകാശമോ ഡോക്ടേഴ്സിന് കിട്ടാറില്ല. അല്ലെങ്കിൽ പേഷ്യൻസ് ഒരിക്കലും അത് ചോദിക്കാൻ മെനക്കെടാറുമില്ല. കാരണം പേടിയാണ്, അവരിനിയിപ്പോൾ ഡോക്ടർ എന്താ പറയുക, ഡോക്ടർക്ക് ഇഷ്ടാവോ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുമോ, ഇതൊക്കെ പേടിച്ച് നമ്മൾ പലപ്പോഴും സംശയം ചോദിക്കാനായി ഡോക്ടർമാരെ കാണാറില്ല. ഈ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കുറേ പേര് ചോദിച്ചിരിക്കുന്നുണ്ടോ, എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നത്, നിങ്ങൾ ഇതിന് ചാർജ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കൺസൾട്ടേഷൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രൈസ് എത്രയാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, ഇതൊരു ഫേസ്ബുക്ക് പേജാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ, മെഡിക്കൽ സംബന്ധമായ എന്ത് സംശയങ്ങൾ, അത് ഞാനൊരു പീഡിയാട്രിഷ്യൻ നിയോണറ്റോളജിസ്റ്റുമാണ്, പക്ഷെ അത് കണക്കാക്കണ്ട. നിങ്ങൾക്ക് മെഡിസിൻ സംബന്ധമായ ഏത് വിഭാഗത്തിലും ഉള്ള സംശയങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജായി എനിക്ക് ഇട്ടോളൂ. അതിനുള്ള ഉത്തരങ്ങൾ ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ആ സ്പെഷ്യാലിറ്റിയിലുള്ള ഒരു ഡോക്ടർ ആയിരിക്കും നിങ്ങളോട് ആ ചോദ്യത്തിന്, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും പീഡിയാട്രിക്സോ അഥവാ നിയോണറ്റോളജി സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നെ അതിന് ഉത്തരം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കുറേ സംശയങ്ങൾ ENT സംബന്ധമായിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ENT ഡോക്ടറെ കൊണ്ട് ഞാനൊരു ക്ലാസ് ആ സംശയങ്ങളുടെ പുറത്തെടുപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ നമ്പർ തന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട്, അത് വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്കുറിച്ചുള്ള സംശയം നിങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ എന്നെ ഒന്ന് മൊബൈലിൽ വിളിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കണ വെക്കും, നിങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ. പക്ഷെ അതേ സംശയമുള്ള ആയിരക്കണക്കിന് ആളുകൾ വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി, എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങളുടെ ഒരു സംശയത്തിന് ഉത്തരം പറയുമ്പോൾ അത് കേൾക്കുന്നത്, അത് ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ കേൾക്കുന്ന എല്ലാവർക്കുമാണ്. അതേ സംശയം ഉണ്ടായിരുന്ന കുറേ പേർക്കാണ് അത് ഉപകാരപ്പെടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ നമ്പറിന് ദയവ് ചെയ്ത് ആരും ചോദിക്കേണ്ട. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, അതല്ല നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ എന്ത് സംശയങ്ങളും എനിക്ക് മെസ്സേജ് വഴി അറിയിക്കുക. എല്ലാ ജനുവിൻ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ തരുന്നതായിരിക്കും.
അത് നമ്മൾ ഒരു 2-3 നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ടോക്സ് മാത്രമല്ല, എല്ലാ സ്പെഷ്യാലിറ്റികളും, എക്സാമ്പിൾ ENT, ഓഫ്താൽമോളജി, ഗൈനക്കോളജി, പൾമനോളജി, ജനറൽ മെഡിസിൻ, ഫാമിലി മെഡിസിൻ, ന്യൂറോളജി, കാർഡിയോളജി, എല്ലാ സബ് സ്പെഷ്യാലിറ്റികളും ഉള്ള ഡോക്ടർമാരുടെയും ടോക്കുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ചെറിയ ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ഇട്ടോളൂ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഇട്ടോളൂ. വൈദ്യസംബന്ധമായ എന്ത് സഹായത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ പേജിന്റെ ഉദ്ദേശം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ പേജ് ഷെയർ ചെയ്യണം. ഈ ടോക്സ് നിങ്ങൾ ഫോളോയും ഷെയറും ചെയ്താൽ മാത്രമേ ഇതിൽ വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും കാണാൻ പറ്റുകയുള്ളൂ. ഇതിൽ ഞാൻ ഓരോ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഞാൻ ഇവന്റിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. ലൈവ് ടോക്സ് ആണ് അധികം ഉണ്ടാവുക. ലൈവ് ടോക്സ് നിങ്ങൾ കാണുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ആ ലിങ്ക് അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ പേജിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും, ഈ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടും നന്ദി പറയുകയാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം. നമുക്ക് ഈ ഒരു പേജിനെ വളരെ നല്ലൊരു മെഡിക്കൽ ഹെൽപ്പ് അല്ലേ, ഞാൻ എൻ്റെ പേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കുന്ന യുവർ ഡോക്ടർ ഈസ് ഇൻ എന്നാണ്. ഈ ഡോക്ടർ, നമ്മൾ ഡോക്ടേഴ്സിന്റെ വീടിന്റെ പുറത്ത് കാണാറില്ലേ, ഇൻ ഔട്ട് അല്ലേ, ഡോക്ടർ ഉള്ളിലുണ്ട്, ഡോക്ടർ ഉള്ളിലില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഡോക്ടർ, ഈ ഫേസ്ബുക്ക് പേജ് ഡോക്ടർ, ദിസ് ഡോക്ടർ വിൽ ബി ഓൾവേസ് ഇൻ. അതിന്റെ അർത്ഥം ഈ ഡോക്ടർ എന്നും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, ഔട്ട് ആവുന്നതേ ഇല്ല. നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ എപ്പോഴും 24/7 നിങ്ങളുടെ ഡോക്ടർ ഈസ് ഇൻ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോക്ക് തുടങ്ങാം. ഒരു കാര്യം കൂടി, കുറെ പേര് എന്നെ അറിയാത്ത കുറെ പേരുണ്ട്. അപ്പോൾ എൻ്റെ പേര്, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്, പ്രോപ്പർ പ്ലേസ് എവിടെയാണ്. എൻ്റെ പേര് ഡോക്ടർ സൗമ്യ സരിൻ. ഓക്കെ, ഞാൻ പാലക്കാട് ജില്ലയിലെ നെന്മാറ താലൂക്കിലെ അവായിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നിയോനാറ്റോളജിസ്റ്റ് ആണ്. നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിക്സിൽ തന്നെ നവജാത ശിശുക്കളുടെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നിയോനാറ്റോളജിസ്റ്റ് എന്ന് പറയുക. ആ വിഭാഗത്തിലെ ഡോക്ടറാണ് ഞാനിവിടെ. ഓക്കെ, എൻ്റെ സ്വദേശം മണ്ണാർക്കാടാണ്. ഇത്രയേ ഉള്ളൂ എന്നെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഇത്തവണത്തെ ഇതുവരെ വന്ന, അതായത് ഇപ്പോൾ ഈ ടോക്ക് നടത്തുന്ന 2 മണി വരെ വന്ന എല്ലാ സംശയങ്ങളും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ടോക്കിന്റെ മുമ്പ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഇട്ടോളൂ. നമുക്ക് അടുത്ത ടോക്ക് അതിന്റെ പുറത്ത്, അതിന്റെ ആ ടോക്ക് ഏതിന്റെ പുറത്താണോ സംശയം, ഏത് ഭാഗത്തിലാണോ സംശയം, ആ ഡോക്ടറെ കൊണ്ടെടുപ്പിക്കാം. ഓക്കെ, ആദ്യത്തെ സംശയം ചോദിച്ചിരിക്കുന്നത് സുജിത് സുലൈമാനാണ്. സുജിത് സുലൈമാന്റെ വാവയ്ക്ക് 35 ദിവസമേ ആയിട്ടുള്ളൂ. കഴുത്തിൽ ചെറുതായിട്ട് പഴുത്ത കുരുക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിന് ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഏതോ ഹോമിയോ മരുന്ന് കൊടുത്തു. ഹോമിയോ മരുന്ന് കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ ചുണ്ട് കറുത്തു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സുജിത്ത്, ഒന്നാമത്തെ കാര്യം, ഹോമിയോ മരുന്നാണ് സുജിത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു അലോപ്പതിക് മെഡിസിൻ ഡോക്ടർ ആയ കാരണം അതിന്റെ മരുന്നിന്റെ കണ്ടന്റ് എന്താണെന്നോ എന്താണ് ആ മരുന്ന് എന്നോ എനിക്കറിയില്ല. പക്ഷേ നോർമൽ രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ സാധാരണ മരുന്നുകൾ കൊടുത്തത് കൊണ്ട് കുഞ്ഞിന്റെ ചുണ്ട് കറക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇതിൽ കാണുന്ന ഒരു ഡേഞ്ചർ സൈൻ ഉണ്ട്. കാരണം കുഞ്ഞിന്റെ ചുണ്ട് കറുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ അതിനെ വിളിക്കുന്ന സൈനോസിസ് എന്നാണ്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നീല നിറമാകുന്നത്, അതായത് അവരുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്താത്തത് കൊണ്ടുണ്ടാകുന്ന ലക്ഷണമാണ് സൈനോസിസ്. ഇത് സാധാരണ നവജാത ശിശുക്കളിൽ കാണുന്നത് ഒരു നമ്മുടെ വായിലാണ് ആദ്യമായിട്ട്. നമുക്ക് ചിലപ്പോൾ അത് നീല കളറായിട്ടായിരിക്കില്ല കാണാൻ, കറുത്ത കളറായിട്ടായിരിക്കും കാണാൻ. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിന് അതാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രശ്നം പഴുത്ത കുരുക്കൾ കഴുത്തിലുണ്ടെന്നാണ്. അപ്പോൾ രണ്ടും പ്രോബ്ലം ഉള്ള കാര്യങ്ങളാണ്. ഈ ചില കുഞ്ഞുങ്ങളിൽ, വളരെ ആക്റ്റീവായിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചെറുതായിട്ട് പസ് നിറഞ്ഞ ചെറിയ ചെറിയ കുമിളകൾ കാണാറുണ്ട്. അത് കാര്യമായി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അൺലെസ് കുഞ്ഞിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ചിലപ്പോൾ ചില അണുബാധകളുടെ ഭാഗമായിട്ടും ഇതുപോലെ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് കുഞ്ഞിന്റെ ഈ കഴുത്തിലുള്ള കുരുക്കളും കാണിക്കുക. അതിന്റെ കൂടെ തന്നെ കുഞ്ഞിന്റെ രക്തത്തിലെ ഓക്സിജന്റെ അളവ്, SpO2 എന്ന് പറയും, സാച്ചുറേഷൻ, അതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. അത് 95 മീതെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. കാരണം ഈ ചുണ്ടിന്റെ കറുപ്പ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ഭയമുണ്ട്, അത് സൈനോസിസ് ആണോ എന്ന്. സാധാരണ രീതിയിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചുണ്ടിന് കറുപ്പൊന്നും വരാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വേഗം ഈ 2 കാര്യങ്ങൾക്കും ആയിട്ട് ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സുജിത്തിന്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. അടുത്ത സംശയത്തിലേക്ക് പോവാം. അടുത്ത ചോദിച്ചിരിക്കുന്നത് കാവേരി ലതികയാണ്.
കാവേരി ചോദിച്ചിരിക്കുന്നത് കാവേരിയുടെ കുഞ്ഞിന് 9 മാസമായി, കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവാണ്, കാവേരിയുടെയും ഹസ്ബൻഡിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവാണ്. അപ്പോൾ പക്ഷെ ആരോ പറഞ്ഞത്രേ കുഞ്ഞിനെ ഇനി അടുത്ത കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തോ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞിന് ജനിതകമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചിട്ടുണ്ടാവുക RH ഇൻകോമ്പാറ്റബിലിറ്റി ആണ്, RH നെഗറ്റീവ് ആയിട്ടുള്ള പ്രഗ്നൻസി. പക്ഷേ ഇതിലിവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലതികയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണ്. അപ്പോൾ ലതിക ആക്ച്വലി നിങ്ങൾ പേടിക്കേണ്ട, RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ മാത്രമേ അടുത്ത കുഞ്ഞിന് ജനിതകമായ തകരാറുകളല്ല, അടുത്ത കുഞ്ഞിന് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന മഞ്ഞപ്പിത്തം കുറച്ച് അധികമായി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, ഞാൻ പിന്നെയും പറയുന്നു, കാവേരി ലതികയുടെ കാര്യം ഇതല്ല, ഞാൻ ജസ്റ്റ് RH ഇൻകോമ്പാറ്റബിലിറ്റി പറ്റി പറയുന്നു എന്നേ ഉള്ളൂ. ലതികയ്ക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമേ ഇല്ല, കാരണം കുഞ്ഞാണ് നെഗറ്റീവ്, ലതിക പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് RH ഇൻകോമ്പാറ്റബിൾ പെടുന്ന കാര്യമേ അല്ല, അടുത്ത പ്രഗ്നൻസിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അറിവിനായി പറയുകയാണ്, RH ഇൻകോമ്പാറ്റബിലിറ്റി 2 വാക്ക് പറയാം. അമ്മ നെഗറ്റീവും ആദ്യത്തെ കുഞ്ഞ് പോസിറ്റീവും ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് സത്യമാണ്. അതിനെന്ത് ചെയ്യണം? അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് പോസിറ്റീവ് ആണെന്ന് വെക്കൂ. ആദ്യത്തെ 72 മണിക്കൂറിൽ, അതായത് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ANTI-D എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ്. ഇത് എന്തിനാ എടുക്കുന്നത്? അടുത്ത കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിന് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചേർച്ചക്കുറവ് കാരണം കൂടുതൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടിയാണത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യം അതിനെപ്പറ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ RH നെഗറ്റീവ് ഉള്ള അമ്മമാർ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ANTI-D ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടാതെ തന്നെ അടുത്ത തവണ നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോൾ ആ പ്രഗ്നൻസിയുടെ സമയത്ത് ICT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിർബന്ധമായും നോക്കേണ്ടതാണ്. പിന്നെ കാവേരി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്, ഒരു 30 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ കുഞ്ഞിന് ജനിതക തകരാറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതിനായി എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ? ശരിയാണ്, 35 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ എൽഡർലി പ്രൈമി എന്നാ പറയുക, അതായത് പ്രായം കുറച്ച് കൂടിയിട്ടുള്ള അമ്മമാര് 35 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ കുഞ്ഞിന് ജനിതക തകരാറിനുള്ള ചാൻസ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് പ്രായക്കുറവുള്ള അമ്മമാരെ അപേക്ഷിച്ച് ഡൗൺ സിൻഡ്രോം പോലെയുള്ള ചില അസുഖങ്ങളെല്ലാം വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലുണ്ട്, അത് സത്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ഒരു പ്രത്യേക 18-20 ആഴ്ചയിൽ ഒരു ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. അതുകൂടാതെ തന്നെ കുഞ്ഞിന്റെ സ്കാൻ എടുക്കുമ്പോൾ റേഡിയോളജിസ്റ്റിനെ കൊണ്ട് മാത്രം, അതായത് സ്കാൻ ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർമാരെ കൊണ്ട് മാത്രം സ്കാൻ ചെയ്ത് നോക്കുക. കാരണം ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ സ്കാനിലൂടെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ട്രിപ്പിൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള, അതായത് 35 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്ന അമ്മമാര് പേടിക്കണമെന്നല്ല, പക്ഷെ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക തകരാറുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടെസ്റ്റും ഈ സ്കാനും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ലതികയുടെ സംശയം ദൂരീകരിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സംശയത്തിലേക്ക് പോകാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അനു ജോസ് ആണ്. അനുവിന്റെ വാവയ്ക്ക് 56 ദിവസമായിട്ടുണ്ട്. 56 ദിവസം അനു മുലപ്പാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വളരെ നല്ല കാര്യം അനു. പക്ഷേ അനുവിന്റെ പ്രശ്നം കുഞ്ഞിന് 5 മുതൽ 7 ദിവസത്തിൽ ഒരു തവണ മാത്രമേ വയറ്റിന്ന് പോകുന്നുള്ളൂ എന്നുള്ളതാണ്, മലം പോകുന്നുള്ളൂ. അനു പേടിക്കേണ്ട കേട്ടോ. സാധാരണ രീതിയിൽ മുലപ്പാൽ മാത്രം കുടിച്ച് വളരുന്ന വാവമാരിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട്. അത് പ്രോബ്ലം ഉള്ളതല്ല, പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന്റെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് കുഞ്ഞ് ജനിച്ച് 3 ദിവസം കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാ ആശുപത്രികളിലും ചെയ്യാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഉള്ള, ഹൈപ്പോതൈറോയിഡിസം ഉള്ള ചില കുഞ്ഞുങ്ങളിലും ഈ മലം പോകാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് തൈറോയ്ഡ് നോർമലാണ്, കുഞ്ഞ് വളരെ ആക്റ്റീവാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഛർദിയില്ല, കുഞ്ഞിന് വയറ് വീർക്കലില്ല, വളരെ ആക്റ്റീവായിരിക്കുന്നു, മുലപ്പാൽ മാത്രം നന്നായി കുടിക്കുന്നു, എന്നാൽ മലം പോവാൻ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോഴേ പോകുന്നുള്ളൂ. അങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. അത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഒരു രോഗാവസ്ഥയൊന്നുമല്ല, ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ്. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കേട്ടോ. പക്ഷെ തൈറോയ്ഡ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അനുവിന്റെ സംശയം കഴിഞ്ഞു. ഇനി അടുത്തത് സുമി ബിജോ. സുമിയുടെ പ്രോബ്ലം, സുമിയുടെ വാവയ്ക്ക് 2 വയസ്സായി, കാല് വളവുണ്ട് എന്നാണ് പറയുന്നത് സുമി. അപ്പോൾ വൈറ്റമിൻ ഡി ചെയ്ത് നോക്കി കുഞ്ഞിന്റെ, അത് നോർമലാണ്. സുമി 2 വയസ്സുള്ള വാവയ്ക്ക് കാല് വളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി സുമി ഉദ്ദേശിക്കുന്നത് റിക്കറ്റ്സ് ആയിരിക്കും അല്ലെ, അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി എല്ലാം ചെയ്ത് നോക്കിയത്. ആക്ച്വലി റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു രോഗമാണ് കുഞ്ഞുങ്ങളിൽ. അതിന്റെ ഒരു ലക്ഷണം മാത്രമാണ് സുമി കാലുവളവ്. ആക്ച്വലി കാലുവളവ് മാത്രമല്ല അതിന്. അപ്പൊ ആക്ച്വലി കുട്ടിയെ നമുക്ക് കാണേണ്ടതുണ്ട്, അതിന്റെ വേറെ ലക്ഷണങ്ങൾ. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ റിക്കറ്റ്സ് ഉള്ള കുട്ടികൾക്ക് കാലുവളവ് ഉണ്ടായിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് കയ്യിന്റെ ഈ അതായത് റിസ്റ്റില്ലേ,
നമ്മുടെ കൈത്തണ്ട അവിടെയുള്ള എല്ലുകൾ കുറച്ച് വൈഡൻഡ് ആയിട്ടിരിക്കാം. തലയുടെ ഷേപ്പ് അവർക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. പല്ല് വരാൻ കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും. അതുപോലെ അവർ നെഞ്ചിൻ കൂടെ കുറച്ച് പുറമേക്ക് തള്ളിയാണ് ഇരിക്കുക. അതുപോലെ വയറിങ്ങനെ ഭയങ്കര പോട്ട് ബെല്ലി എന്ന് പറയും, വയറിങ്ങനെ ഉന്തി നിൽക്കും. അതുപോലെ ചിലപ്പോൾ അംബിലിക്കൽ ഹെർണിയ അവർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല 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 എന്താ പറയുക കുറേ ലക്ഷണങ്ങൾ. അല്ലാതെ കാലുവളവ് അതിലൊന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് കാലുവളവ് ഉണ്ടായതുകൊണ്ട് മാത്രം കുഞ്ഞിന് റിക്കറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി അത് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ വൈറ്റമിൻ ഡി മാത്രം നോക്കിയാലും പോരാ. നിങ്ങൾ ബ്ലഡിൽ സിറം കാൽഷ്യം, സിറം ഫോസ്ഫേറ്റ്, സിറം ALP ഈ 3 ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ കാലിൻ്റെ ഒരു എക്സ്റേയും എടുത്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിക്കറ്റ്സ് രോഗം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കൊണ്ട് ഒന്ന് ഒരു പീഡിയാട്രിഷനെ ഒന്ന് പോയി കണ്ടോളൂ. ഈ സംശയം നിങ്ങൾ ഉന്നയിച്ചോളൂ. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം നോക്കി നോർമലാണ്, കുഞ്ഞിന് ചെറുതായി കാലുകളവ് തോന്നുന്നുണ്ടെങ്കിൽ സുഖം പേടിക്കേണ്ട. അത് ചില കുഞ്ഞുങ്ങളിൽ അങ്ങനെ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്. അത് കുഞ്ഞ് വലുതാവുന്നത് കൂടി തന്നെ നോർമൽ ആവുകയും ചെയ്യും. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് നീതു ഷാൻഡോ ആണ്. നീതു ഷാൻഡോ ചോദിച്ചിരിക്കുന്നത് കുഞ്ഞിനിപ്പോൾ 8 മാസമായി, പക്ഷെ 4 മാസം മുതൽക്ക് തന്നെ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും ചുമയും വരുന്നു. അന്ന് മുതൽ തന്നെ കുഞ്ഞിങ്ങനെ 4 മാസം മുതൽ തന്നെ റെഗുലർ മെഡിക്കേഷനിലാണ്, നെബുലൈസേഷൻസ് എടുക്കുന്നുണ്ട്, സിറപ്പ് കഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് നീതു ചോദിച്ചിരിക്കുന്നത്. നീതു, എനിക്ക് മനസ്സിലായത് നീതു പനി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ജലദോഷവും റൈനൈറ്റിസ് ആൻഡ് കോഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ അർത്ഥം തന്നെ കുഞ്ഞിന് അണുബാധയാവാൻ അല്ലെങ്കിൽ ന്യൂമോണിയയോ ലങ് ഇൻഫെക്ഷനോ ആവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നത്, നീ ഇത് പറഞ്ഞതിന് മനസ്സിലാവുന്നത് കുഞ്ഞിന് ചെറിയ വലിവിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നെബുലൈസേഷൻസ് എടുക്കുന്നു എന്ന് പറയുന്നു. നെബുലൈസേഷൻ എടുക്കണമെങ്കിൽ കുഞ്ഞിന് വലിവുണ്ടെങ്കിലാണ് ഡോക്ടർമാർ നെബുലൈസേഷൻസ് അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ 2-3 കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് അറിയണം. കുഞ്ഞിന്, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആസ്മയോ അലർജിയോ ഉണ്ടോ, അതുപോലെ കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ പനി വരുന്നുണ്ടോ, അതോ പനി ഇല്ലാണ്ട് ഇങ്ങനെ ചുമയാണോ കുഞ്ഞിന് വരുന്നത്, അതുപോലെ കുഞ്ഞിന് വേറെ, അതായത് മുലപ്പാൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. പക്ഷേ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കുഞ്ഞിന് ചെറുതായ ജലദോഷവും ചുമയും അത് ചിലപ്പോൾ വലിവിന്റെ ഭാഗമായിരിക്കാം. കാരണം കുഞ്ഞു വാവമാരിൽ നമുക്ക് വലിവ് ചുമയായിട്ടാണ്, അവരുടെ ലക്ഷണം ചുമയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് കഫക്കെട്ടാണ് എന്ന്, പക്ഷെ പലപ്പോഴും അത് വലിവായിരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ വലിവിന്റെ ബുദ്ധിമുട്ടായിരിക്കാം. അതാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പീഡിയാട്രിഷനെ കാണിച്ച് ചിലപ്പോൾ ഇൻഹെയിലേഴ്സ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ കുഞ്ഞിന് ഇപ്പം തന്നെ ആസ്മയാണെന്നല്ല പറയുന്നത്, കാരണം 8 മാസമുള്ളൊരു വാവയ്ക്ക് ആസ്മയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിന്റെ തുടക്കമായിരിക്കാം. അപ്പം നമ്മളൊരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ റെസ്പോൺസ് നോക്കണം. നമ്മളൊരു ഇൻഹേലർ തുടങ്ങിക്കഴിഞ്ഞ് കുഞ്ഞിന് നല്ല വ്യത്യാസമുണ്ട്, ഈ ചുമയും ജലദോഷമൊക്കെ മാറുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുഞ്ഞിന് വലിവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഇൻഹേലർ കുറച്ച് കാലമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ്. ഒരിക്കലും ലൈഫ് ലോങ് യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഇൻഹേലേഴ്സ് എന്ന് പറയുമ്പോൾ പേടിയാണ്, അത് ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരുമോ കുഞ്ഞിനെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു പ്രായം വരെ ഉപയോഗിച്ചാൽ പലപ്പോഴും നമുക്കത് 99% നിർത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ശരിയായി നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെബുലൈസേഷനും മരുന്നുകളുമായിട്ട് പോവുകയാണെങ്കിൽ, യഥാർത്ഥ രോഗത്തിനെ മനസ്സിലാക്കി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ, കാരണം എപ്പോഴും ഇങ്ങനെ വലിവുള്ള കാരണം കുഞ്ഞിന് ശരിയായ ഓക്സിജൻ കിട്ടുകയില്ല. അത് ചിലപ്പോൾ ആ കുഞ്ഞിന്റെ വളർച്ചയെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ബാധിച്ചു എന്ന് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന്റെ റെഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നീതുവിന്റെ സംശയം മാറിയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത സംശയം ഫൈസൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈസൽ PI, കുഞ്ഞിന് 5 വയസ്സായിട്ടുള്ള കുഞ്ഞു വാവയാണ്. 5 വയസ്സിൽ 5 ദിവസമായ ഗേൾ ബേബിയാണ് ഫൈസലിന്. ബേബിക്ക് മൂത്രം പോകുന്ന ഭാഗത്ത് കൂടി ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫൈസൽ അത് പേടിക്കണ്ട കേട്ടോ. പെൺകുഞ്ഞുങ്ങളായിട്ടുള്ള വാവമാരിൽ ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച വരെ ചിലപ്പോൾ മൂത്രം പോകുന്നതിൻ്റെ കൂടെ ചെറുതായിട്ട് ബ്ലഡ് കാണാറുണ്ട്. ചിലപ്പോൾ വെള്ളപ്പോക്ക് പോലെ ചെറുതായിട്ട് വൈറ്റ് ഡിസ്ചാർജും കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരിലെ ഹോർമോണിന്റെ കുറച്ച് ചെറിയ വ്യതിയാനങ്ങൾ കുട്ടികളുടെ ബ്ലഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് അമ്മമാരിൽ ആ ഹോർമോൺ ചേഞ്ചുകൾ കാരണം പറ്റുന്നതാണ്. സാധാരണ ഒരാഴ്ചയ്ക്ക് അപ്പുറം അത് കാണാറില്ല. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണ്, ഒരാഴ്ചയ്ക്ക് അപ്പുറം ഇത് നിൽക്കുന്നുണ്ട്, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണിക്കുക. 1-2 തവണ ഇത് കണ്ടതുകൊണ്ട് പേടിക്കേണ്ട, അത് തന്നെ മാറിക്കോളും. നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗായത്രിയാണ്. ഗായത്രി വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 5 മാസമായ വാവയാണ്, വിരല് കുടിക്കുന്നുണ്ട്. ഈ വിരൽ കൂടി കൊണ്ട് എന്തെങ്കിലും പല്ലിന് പ്രോബ്ലം ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഗായത്രി. ആക്ച്വലി 5 മാസമായ വാവയല്ലേ, കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിരലുകുടി എന്ന് പറയുന്നത് അസുഖമല്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കുക എന്ന് പറയുന്നത് ആ സക്കിംഗ് റിഫ്ലെക്സ് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു വാവയ്ക്ക്, ജനിച്ച ഉടനുള്ള ഒരു വാവയ്ക്ക് പാല് കുടിക്കാനുള്ള സക്കിംഗ് റിഫ്ലെക്സ് ജന്മനാ തന്നെ ദൈവം കൊടുക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ
ഇങ്ങനെ സക്കിംഗ് മൂവ്മെന്റ്സ് കാണിച്ചു തുടങ്ങും അത്രേ. അപ്പൊ ജനിച്ച ഉടൻ തന്നെ കുട്ടി എങ്ങനെയാണ് പാല് കുടിക്കുന്നത്? ഈ സക്കിംഗ് റിഫ്ലക്സ് അവർക്കുള്ളതുകൊണ്ടാണ്. സാധാരണ രീതിയിൽ ഒരു 4 മാസമായി കഴിഞ്ഞാൽ അത് പ്രകൃതിയാ തന്നെ ഡിസപ്പിയർ ചെയ്യും, അപ്രത്യക്ഷമാവും. പക്ഷേ ചില കുഞ്ഞുങ്ങളിൽ കുറച്ചു കാലം കൂടി ആ റിഫ്ലെക്സ് നീണ്ടു നിൽക്കാറുണ്ട്. അപ്പൊ അത് ഒരു അബ്നോർമൽ ആയിട്ട് എടുക്കേണ്ടതില്ല, നോർമൽ ആയിട്ട് ചില കുട്ടികൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ അത് നോർമൽ രീതിയിൽ 2 വയസ്സ് മുതൽ 4 വയസ്സിന്റെ ഉള്ളിൽ അത് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ചില കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ 4 മാസത്തിൽ അത് ഡിസപ്പിയർ ചെയ്യാണ്ട് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കും. പക്ഷെ മാക്സിമം 2 to 4 വയസ്സ് വരെ. ചില കുഞ്ഞുങ്ങളിൽ അത് 5 വയസ്സിന് അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ മാത്രമാണ് ഈ പല്ലിന്റെ പ്രോബ്ലംസ്. കാരണം പല്ലിന്റെ അലൈൻമെന്റ് ശരിയാവില്ല. കാരണം എപ്പോഴും വായ ഇങ്ങനെ വിരൽ വായലാവണം. കാരണം ചിലപ്പോൾ മാലോക്ലൂഷൻ, പല്ലിന്റെ ആ ഒരു ഡിസ്ഫിഗർമെന്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഇത്രയും ചെറിയ വാവയ്ക്കല്ല, ഒരു 5-6 വയസ്സിന് ശേഷം കുഞ്ഞ് വിരൽ കുടിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഗായത്രി പേടിക്കേണ്ട, ഗായത്രിയുടെ വാവ വളരെ ചെറുതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ വായയിലേക്ക് കൈ കൊണ്ടുമ്പോൾ ഒരിക്കലും അതിങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിച്ച് ഡിസ്കറേജ് ചെയ്യരുത്. കാരണം അവർ വിരൽ കുടിക്കുന്നത് അവർക്കൊരു തരം ഫീലിംഗ് ഓഫ് കംഫർട്ടും ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റിയും ഒരു സൂതനിങ് ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അത് ഈ പ്രായത്തിൽ ഒരു പ്രോബ്ലം ഇല്ലാത്തതാണ്. അവർ സ്വന്തമായി സൂതണ്ടായിട്ട് അവിടെ കിടന്നോളും. ഓക്കെ, നമ്മളൊരു പാസിഫയർ വെച്ചു കൊടുക്കണ പോലെയാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ അതിനെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കുകയേ വേണ്ട. ഇത് പ്രോബ്ലം ആകുന്നത് 5 വയസ്സിനപ്പുറം ഇത് പേഴ്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം അത് 99% കുഞ്ഞ് തന്നെ അത് നിർത്തിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സുജി രതീഷ് ആണ്. സുജിക്ക് ട്വിൻസ് ആണ്. ട്വിൻസ് വാവമാരാണ് 2 പേര്. 3 മാസം പ്രായമായ വാവമാരാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടായത് കുറച്ച് പ്രീ ടൈം ആയിട്ടാണ്. അതായത് 8 മാസം കംപ്ലീറ്റ് ആയി 9ാം മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു 32-34 ആഴ്ചയിൽ ഒരു മാസത്തെ കുറവുണ്ട് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ആള് 2,740, രണ്ടാമത്തെ ആള് 2,630. 2,740 ഉള്ള ആൾ ഇപ്പൊ 4,650 ഉണ്ട് 3 മാസത്തില്. മറ്റേ ആള് 4,390 ഉണ്ട്. സുജി ഒന്നും പേടിക്കാനില്ല. 2 കുഞ്ഞുങ്ങൾ നന്നായി വളരുന്നുണ്ട്, നന്നായി വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. 3 മാസത്തിൽ അവർക്ക് വേണ്ട അത്ര വെയിറ്റ് ഗെയിൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട. പക്ഷേ സുജിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ എന്താണെന്നറിയോ? ഒരാൾ മാത്രമേ ചിരിക്കുന്നുള്ളൂ, മറ്റേ ആള് എപ്പോഴെങ്കിലും ചിരിക്കുന്നുള്ളൂ എന്ന്. സുജി പേടിക്കണ്ട കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഡെവലപ്മെന്റ് ആണ് മദർ റിഗാർഡ്. അതായത് അമ്മയെ മനസ്സിലാക്കി തുടങ്ങുക. പാല് കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ച് നോക്കുക. അത് സാധാരണ തുടങ്ങുന്നത് 2 മാസത്തിലാണ്. നമ്മൾ ഈ പറയുന്ന ചിരി എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ സ്മൈൽ എന്ന് പറയും. അത് അടുത്ത ഒരു മൈൽ സ്റ്റോൺ ആണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിലെ. സോഷ്യൽ സ്മൈൽ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മുഖങ്ങൾ കാണുമ്പോൾ അവർ തന്നെ ചിരിക്കും. ഓക്കെ, അത് സാധാരണ കുഞ്ഞുങ്ങൾ തുടങ്ങുന്നത് ഒരു 3 മാസത്തിന് ശേഷമാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ 3 മാസത്തിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഈ കുഞ്ഞുങ്ങൾ 1 മാസം മുന്നെയാണ് ജനിച്ചിരിക്കുന്നത്, കുറച്ച് പ്രിമച്ചുർ ആണ്. അപ്പൊ നമ്മൾ അവർക്ക് 1 മാസം അലവൻസ് കൊടുക്കണ്ടേ? കാരണം അവർ കുറച്ച് നേരത്തെ വന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരെ സാധാരണ കുഞ്ഞുങ്ങളായിട്ട് താരതമ്യപ്പെടുത്തേണ്ട. 1 മാസം കൂടി അവർക്ക് സമയം കൊടുത്തോളൂ. ഒരു 4 മാസം ആകുമ്പോഴേക്കും സുജിയുടെ 2 മക്കളും സുജിയെ നോക്കി നന്നായി ചിരിക്കാൻ തുടങ്ങിക്കോളും. ഓക്കെ, അപ്പൊ പേടിക്കേണ്ട. സോറി, ഒരു കോൾ വന്നതാ കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട, അവര് നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങും. അവർക്ക് കുറച്ചൊരു ഡിലേ വന്നത് ഇതുകൊണ്ട് മാത്രമാണ്. കാരണം അവർ കുറച്ച് പ്രിമച്ചുർ ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അവർക്ക് 1 മാസത്തെ അലവൻസ് കൊടുത്തോളൂ. സുജിയുടെ 2 മക്കളും നന്നായിട്ട് സുജിയെ നോക്കി ചിരിക്കും. പോരെ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം സുവിനാണ് ചോദിച്ചിരിക്കുന്നത്. സുവിന്റെ വൈഫ് ഇപ്പൊ ക്യാരിയിങ് ആണ്, 3 മാസം പ്രഗ്നന്റ് ആണ്. അപ്പോ ചെറുതായിട്ട് ഛർദിയുണ്ട്. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കണമെന്നാണ് സുവിൻ പറയുന്നത്. സുവിൻ ഒരു പരിധിവരെ അറിയാലോ, മോർണിംഗ് സിക്നസ് ആദ്യത്തെ ഒരു 3-4 മാസം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൂടുതലായിട്ട് നമ്മൾ ഇതാക്കേണ്ട, അതൊരു അസുഖമായിട്ട് കരുതണ്ട. അത് പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കുറച്ച് ചെറിയ ചെറിയ പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും രാവിലെ എണീറ്റ് പല്ല് തേക്കുന്ന സമയത്താണ് അല്ലെ. അപ്പോഴാണ് നമുക്ക് വല്ലാണ്ട് റച്ച് ചെയ്ത് നോസിയേറ്റിംഗ് ഫീലിംഗ് വരിക. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? എഴുന്നേറ്റ് ഉടൻ തന്നെ പല്ല് തേക്കുന്നതിന്റെ മുമ്പേ കുറച്ച് പുളിയുള്ള ഒരു നാരങ്ങ മിഠായിയോ അല്ലെങ്കിൽ പുളിയുള്ള എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം വായിലിട്ട് പതുക്കെ നുണഞ്ഞിറക്കുക. അതിനുശേഷം പല്ല് തേക്കുക. അങ്ങനെ ചെയ്ത് നോക്കൂ, കുറേയൊക്കെ നമുക്ക് ആ നോസിയേറ്റിംഗ് ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 തവണ കഴിക്കാണ്ടേ അതേ ഭക്ഷണം തന്നെ അളവ് കുറച്ച് ഇടയ്ക്ക് കഴിക്കുക. അതായത് ഇപ്പൊ നമ്മൾ 8 മണിക്ക് രാവിലത്തെ പ്രാതൽ കഴിച്ചു, ഉച്ചത്തെ 1 മണിക്ക് കഴിച്ചു. അതിന് പകരം രാവിലെ കഴിക്കുന്ന ഒരു 5 ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ഇഡ്ഡലി 8 മണിക്ക്, 2 ഇഡ്ഡലി ഒരു 11 മണിക്ക്, പിന്നെ ഉച്ചത്തെ ഭക്ഷണം 1 മണിക്ക്, പിന്നെ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം ഒരു 3 മണിക്ക്. അങ്ങനെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പിൽ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. മനസ്സിലായോ? അതായത് ന്യൂട്രീഷൻ ഒരിക്കലും കുറയ്ക്കരുത്, പക്ഷെ ഒരുമിച്ച് കുറേ കഴിക്കുമ്പോഴാണ് നമുക്ക് ഛർദ്ദിക്കാൻ വരിക. അപ്പൊ അതിന് പകരം ക്വാണ്ടിറ്റി കുറച്ച് ഫ്രീക്വൻസി കൂട്ടി കൊടുക്കുക. പിന്നെ
ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ഒന്നും കഴിച്ചത് വയറ്റിൽ നിൽക്കുന്നില്ല, വളരെയധികം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ സ്ത്രീ വളരെ ക്ഷീണിതയാകുന്നു, ഒന്നും വളരെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്, ന്യൂട്രീഷൻ ഒട്ടും തന്നെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിന്റെ മരുന്ന് എന്തെങ്കിലും എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഈ പൊടിക്കൈകളൊക്കെ നോക്കൂ, പക്ഷെ അതുകൊണ്ട് നിൽക്കുന്നില്ല, അത് അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക. ഇനി ശ്യാം ഗീതു ചോദിച്ചിരിക്കുന്നത്, ഒരു വയസ്സായ വാവയാണ്, ഒരു വയസ്സായ വാവയ്ക്ക് ചൂടുകുരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചൂടുകുരു എന്താ ചെയ്യുക? ഇപ്പൊ ചൂടുകാലാണ് അല്ലെ, ഭയങ്കര ചൂടാണ്, അപ്പൊ വാവന്മാർക്ക് നമ്മളെക്കാട്ടും ചൂടായിരിക്കും. അപ്പൊ ചൂടുകുരു എല്ലാവർക്കും ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കട്ടിയുള്ള തുണിത്തരങ്ങളാണ്, അതായത് ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് നിർത്തണം. ഓക്കെ, നമ്മുടെ ഈ നാടിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയത് കോട്ടൺ വസ്ത്രങ്ങളാണ്. ആ കോട്ടൺ വസ്ത്രങ്ങൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അത് മാത്രമല്ല, ഓവറായിട്ട് കുഞ്ഞുങ്ങളെ കവർ ചെയ്യാതിരിക്കുക. അവർക്കും ഈ പറഞ്ഞ പോലെ ചൂട് നമ്മളെ പോലെ തന്നെ അവർക്കും ചൂടുണ്ട്. അപ്പോൾ തണുപ്പും അടിക്കാതെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കൂടുതൽ ചൂട് വന്ന് അവർക്ക് ചൂടുകുരും അസ്വസ്ഥതകളും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്ത് കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് കുറേ ഓവർ യൂസ് ഓഫ് പൗഡർ. നമ്മൾ കുട്ടികളെ പൗഡറിൽ അങ്ങ് കുളിപ്പിക്കും. എന്താ ഈ പൗഡർ അധികം ഉപയോഗിക്കുമ്പോൾ പറ്റുന്നത്? നമ്മൾ നോർമലി സ്വെറ്റ് ചെയ്യുമ്പോൾ, അതായത് ചൂടിൽ നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ പുറത്തേക്ക് സുഷിരങ്ങളിലൂടെ തുറക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിയർപ്പ് എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ പൗഡർ കുറെ ഇടുന്ന സമയത്ത് ഈ വിയർപ്പ് ഗ്രന്ഥികളുടെ ഓപ്പണിങ്സ് എല്ലാം അടഞ്ഞു പോകുമ്പോൾ എന്ത് പറ്റും? ഈ വിയർപ്പിന് പുറത്ത് പോകാൻ പറ്റാണ്ട് വിയർപ്പ് ഇങ്ങനെ ഉള്ളിൽ കെട്ടിക്കിടക്കുകയും അത് വിയർപ്പ് കുരുവായിട്ട് പുറമേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിയർപ്പ് കുരു ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഓവറായിട്ട് കവർ ചെയ്യാതിരിക്കുക, 2 നേരം വേണമെങ്കിൽ ഒന്ന് മേല് കഴുകിപ്പിക്കാം, തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകിപ്പിക്കാം. കൂടാതെ വല്ലാണ്ട് ഈ പൗഡർ പോലെയുള്ള സാധനങ്ങൾ വല്ലാണ്ട് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഒരു പരിധി വിട്ടിട്ട് വല്ലാണ്ട് ചൂടുകുരു ഉണ്ടെങ്കിൽ ചൂടുകുരുവിന്റെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് എടുക്കാവുന്നതാണ്. ഇനി ശ്രുതി വി പി ചോദിച്ചിരിക്കുന്ന ചോദ്യം, 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് കൗസ് മിൽക്ക്, അതായത് പശുവിൻ പാല് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക കുഞ്ഞുങ്ങളിൽ, അതുപോലെ പശുവിൻ പാല് നേർപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുമോ? രണ്ടും നല്ല ചോദ്യമാണ്. പണ്ടൊക്കെ നമ്മൾ പശുപാൽ 6 മാസത്തിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റഡീസ് പറയുന്നത് കുഞ്ഞുങ്ങളിൽ പശുവിൻ പാല് കുറച്ച് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബെറ്റർ അത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ജോമോനും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് പശുവിൻ പാല് ഈ കോറയൊക്കെ കൊടുക്കുമ്പോൾ വിരകുമ്പോൾ പശുവിൻ പാല് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പൊ ഞാൻ പറയാറുള്ളത് 1 വയസ്സ് വരെ വേണ്ട. 1 വയസ്സ് വരെ നിങ്ങൾ വെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ പശുവിൻ പാല് മാക്സിമം നമ്മൾ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. കാരണം അത് 1 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കുറച്ച് അലർജി ഉണ്ടാക്കി വയറിളക്കൊക്കെ കുറച്ച് കൂട്ടുന്നുണ്ടെന്ന് ഇപ്പൊ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ശ്രുതി ചോദിച്ച ചോദ്യം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്. ഒരിക്കലും വേണ്ട. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 വയസ്സ് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യാതെ, അതായത് നേർപ്പിക്കാതെ പാല് കൊടുക്കുക. അത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. നേർപ്പിച്ച് കൊടുക്കുമ്പോഴാണ് കുഞ്ഞിന് അത് വയറിളക്ക സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. നേർപ്പിച്ച് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? അതിന്റെ പോഷകാംശം പകുതിയാവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താണതൊന്നുമില്ല. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, വയറിളക്കം കൂടുകയുള്ളൂ. അപ്പം കൊടുക്കുകയാണെങ്കിൽ നേർപ്പിക്കാതെ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പാല് കൊടുക്കുക 1 വയസ്സ് കഴിഞ്ഞ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റാബിയാണ്. റാബിയ ചോദിച്ചിരിക്കുന്നത് 2 വയസ്സുള്ള കുട്ടിക്ക് എത്ര വെയിറ്റ് വേണമെന്നാണ്. ഓക്കെ, 2 വയസ്സുള്ള കുട്ടിക്ക് ഏത് വെയിറ്റും, ഇപ്പൊ 1 വയസ്സിൽ എത്ര വേണം, 2 വയസ്സിൽ എത്ര വേണം എന്നുള്ളത് അവരുടെ ബർത്ത് വെയിറ്റ് എത്രയായിരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക. ഇപ്പൊ ബർത്ത് വെയിറ്റ് 3 കിലോ ഉള്ള കുട്ടി ഒരു റഫ് കണക്ക് പറയുകയാണെങ്കിൽ 5 മാസം ആവുമ്പോൾ ഡബിൾ ആവണം. അതായത് 3 കിലോ ഉള്ളത് 6 കിലോ ആവണം. 1 വയസ്സാവുമ്പോൾ ട്രിപ്പിൾ ചെയ്യണം. അതായത് 3 കിലോ 9 കിലോ ആവണം. 4 വയസ്സാകുമ്പോൾ ക്വാഡ്രപ്പിൾ ചെയ്യണം. അതായത് 9 കിലോ 12 കിലോ ആവണം. ഇത് ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിന് ബർത്ത് വെയിറ്റ് എത്രയായിരുന്നു അതിന്റെ ഡബിൾ ആവണം 5 മാസത്തില്, ട്രിപ്പിൾ ആവണം 1 വയസ്സിൽ, 2 വയസ്സിൽ അത് 4 ഇരട്ടി ആവണം. അപ്പൊ അതനുസരിച്ചിട്ട് റാബിയയുടെ കുഞ്ഞിന്റെ 2 വയസ്സിന് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് കണക്കാക്കിക്കോളൂ. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ഇനി ഹുസൈൻ ആഭ. ഓക്കെ, ഹുസൈൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മാസം വരെ കുഞ്ഞുങ്ങളിൽ ദഹനരസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത് 4 മാസമേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് കുറുക്ക് കൊടുക്കരുത്, അവർക്കത് ദഹിക്കില്ല എന്ന്. അപ്പോൾ ഹുസൈൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയാ നല്ല ചോദ്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ 4 മാസം വരെ മരുന്നുകൾ കൊടുക്കാറില്ല, അപ്പൊ അതെങ്ങനെയാണ് ദഹിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹുസൈൻ ഒരു കുഞ്ഞുവാവന്മാരുള്ള അമ്മമാരോട് അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാണ്ടാവും. ആ പ്രായത്തില് വളരെ കുഞ്ഞുവാവന്മാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അധിക ഡോക്ടർമാരും വായക്കൂടുള്ള മരുന്നിനേക്കാൾ പ്രിഫർ ചെയ്യുക ഇഞ്ചക്ഷൻ ആയിട്ടുള്ള മരുന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് കാരണം. നമ്മൾ വായക്കൂടെ മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ ലിവറും വൃക്കയും ഒന്നും പൂർണ്ണ മെച്യൂരിറ്റി എത്താത്തത് കൊണ്ട് പലപ്പോഴും
ഈ പറഞ്ഞ പോലെ ദഹനം ശരിക്കും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മാസത്തിൽ താഴെയുള്ള വാവമാർക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർമാരും പാരസെറ്റമോൾ കൊടുത്ത് വിടില്ല. കാരണം അത് അണുബാധയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ തന്നെ വെക്കണം. കാരണം ഇഞ്ചക്ഷൻ ആയിട്ട് നേരിട്ട് രക്തത്തിലേക്ക് പോകുന്ന മരുന്നുകൾ തന്നെ വേണമെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം സിറപ്പ് വഴി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ മരുന്നിന്റെ മുഴുവനായ ഇഫക്റ്റ് വന്നോളണമെന്നില്ല. അപ്പോൾ ഹുസൈൻ കുറച്ച് ഞങ്ങളെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാൻ ചൊറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതാണ് അതിന്റെ ഉത്തരം. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യം ശരി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ കുഞ്ഞു വാവമാർക്ക് വായക്കൂടുള്ള മരുന്ന് പ്രിഫർ ചെയ്യാണ്ട് ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എടുക്കണമെന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി ഐശ്വര്യ ചോദിച്ചിരിക്കുന്ന ചോദ്യം, സിസേറിയൻ കഴിഞ്ഞാൽ പാല് കുറയുമെന്നാണ്. ഐശ്വര്യ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിസേറിയൻകാർക്ക് പാലുണ്ടാവില്ല, നോർമൽക്കാർക്ക് പാലുണ്ടാവും, അങ്ങനെയൊന്നുമില്ല. ഏത് ഡെലിവറി ആണെങ്കിലും സിസേറിയനിൽ പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം നമ്മൾ ആദ്യത്തെ 1-2 ദിവസം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് മാത്രമാണ് അവർ സമ്മതിക്കാറുള്ളത് ഗൈനക്കോളജിസ്റ്റ്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് നോർമൽ ഡയറ്റിലേക്ക് വരാനുള്ള ഒരു സമയം കുറച്ച് 3-4 ദിവസത്തെ ഡിലേ നോർമൽ ഡെലിവറി കമ്പയർ ചെയ്യുന്നു ചെയ്യാറുണ്ട്. ഇപ്പൊ നോർമൽ ഡെലിവറിക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ലല്ലോ. നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് എന്ത് ഭക്ഷണം വേണം കഴിക്കാം. പക്ഷെ സിസേറിയൻ ആകുമ്പോൾ കുറച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ പോലും കുറച്ച് സമയം അവര് 3-4 ദിവസത്തെ ഒരു ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനീഷ്യൽ ഡേയ്സിലുള്ള പാലിന്റെ വരവ് ചിലപ്പോൾ സിസേറിയൻകാർക്ക് കുറച്ച് ഡിലേ കണ്ടുവന്ന് വരാം. അതിന്റെ അർത്ഥം സിസേറിയൻകാർക്ക് ഒരിക്കലും പാല് വരില്ല എന്നല്ല. അത് ആദ്യത്തെ ഒരു 3-4 ദിവസത്തിലുള്ള ഒരു പ്രശ്നം മാത്രമാണ്. വൺസ് നിങ്ങളുടെ ഡയറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്കും, നോർമൽ ഡെലിവറിക്കാർക്കും സിസേറിയൻകാർക്കും ഒരുപോലെ തന്നെ പാല് വരും കേട്ടോ. അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ദീപ്തി ഹരിദാസ് ചോദിച്ചിരിക്കുന്നത് 2 വയസ്സിന് മീതെയുള്ള കുട്ടികളുടെ ഭക്ഷണം ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വയസ്സാവുന്ന കുഞ്ഞ് നിങ്ങളുടെ ഫാമിലി പോട്ട് ഡയറ്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ പാത്രത്തിൽ നിന്ന് എടുത്താണ് ആ കുഞ്ഞ് കഴിക്കേണ്ടത്. അപ്പൊ പിന്നെ 2 വയസ്സായ കുഞ്ഞ് എന്താ കഴിക്കേണ്ടത്? അത് തന്നെ. 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനായി പ്രത്യേകമായ ഭക്ഷണം ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾ കഴിക്കുന്ന ചോറും കൂട്ടാനും ഉപ്പേരിയും അങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളും, എല്ലാ എരിവും പുളിയും നോൺ വെജും എല്ലാം അവരെ കൊണ്ട് കഴിപ്പിക്കാം. ഓക്കെ, അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനായി എന്ത് ഭക്ഷണം എന്ന ചോദ്യമില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൊടുക്കുക. പക്ഷേ എന്തെല്ലാം കൊടുക്കേണ്ട എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ദയവ് ചെയ്ത് കൊടുക്കരുത്. അതായത് പെപ്സി, കൊക്കക്കോല പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൊടുക്കരുത്. വറവുകൾ, അതായത് നിങ്ങൾ ഈ ബിങ്കോ, കുർക്കുറെ, ലേസ് അങ്ങനത്തെ സാധനങ്ങൾ, ജങ്ക് ഫുഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡുകൾ, ബർഗേഴ്സ് അല്ലെങ്കിൽ പിസ്സ, ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കരുത് എന്നല്ല പറയുന്നത്. പക്ഷെ ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഒരിക്കലും മാറ്റരുത്. അതെല്ലാം നിങ്ങളുടെ കുഞ്ഞിന്റെ ഭക്ഷണ രീതിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ബേക്കറിയിൽ നിന്നുള്ള ഐറ്റംസ് എല്ലാം എപ്പോഴെങ്കിലും ആക്കുക. വറവുകളെല്ലാം വളരെ കുറയ്ക്കുക. വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് വളരെ കുറയ്ക്കുക. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വല്ലാണ്ട് സ്പൈസി ആയിട്ടുള്ള ലേസ്, കുർക്കുറെ പോലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വേറെ അവർക്ക് പ്രത്യേകിച്ച് ഇന്നത് കൊടുക്കണം എന്ന് പറയാനില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പോഷകാംശമുള്ള ഭക്ഷണങ്ങളും കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സലാമാണ് ചോദിച്ചിരിക്കുന്നത്. സലാമിന്റെ ബേബിക്ക് 1 month ആയി. എപ്പോഴും മൂക്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. ഛർദ്ദിക്കുമ്പോൾ മൂക്കിൽ കൂടെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് ഓരോ തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവര് മൂക്കിൽ നിന്ന് കഫം വലിച്ചെടുക്കും, പിന്നെ വീട്ടിലേക്ക് വിടും. പക്ഷെ ഇതൊരു നോൺ എൻഡിങ് ആയിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. സലാം, ആക്ച്വലി കുഞ്ഞിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ആക്ച്വലി കുഞ്ഞിനെ കാണുക തന്നെ വേണം. പക്ഷെ സലാം പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നത്, കുഞ്ഞ് ഛർദ്ദിക്കുമ്പോൾ മൂക്കിൽ ശ്വാസതടസ്സം പറഞ്ഞാൽ അധികം അതെന്തായിരിക്കും എന്ന് വെച്ചാൽ ഛർദ്ദിക്കുമ്പോൾ മൂക്കിലൂടെ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, മൂക്കിൽ കൂടെയും വയലേ കൂടെയും വരുന്നുണ്ടായിരിക്കും. അപ്പൊ കുഞ്ഞിന് എനിക്ക് മനസ്സിലാവുന്ന റിഫ്ലെക്സ് ഡിസീസ്, അതായത് മുകളിലേക്ക് എടുക്കുന്ന ഒരു റിഫ്ലെക്സ് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ സലാം ചെയ്യേണ്ടത്, എൻ്റെ ഒരു ടോക്ക് ഉണ്ട് നമ്മുടെ പേജിൽ, ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട്, അത് കാണൂ. അപ്പോൾ കുഞ്ഞിനെ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് തട്ടേണ്ടത്, ചുമലിലിട്ട് തട്ടേണ്ടത്, എങ്ങനെയൊക്കെയാണ് കിടത്തേണ്ടത് എന്നെല്ലാം അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെയെല്ലാം ചെയ്യുക. എന്നിട്ടും കുഞ്ഞിന് മൂക്കിലൂടെയും വായിലൂടെയും പാല് വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഓരോ തവണയും നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്, വലിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മൂക്കിലൂടെ വരുന്നു എന്ന് കണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് അതിന്റെ കാരണം മനസ്സിലാക്കി ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. നമ്മുടെ പേജ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇട്ടോളൂ. അടുത്ത ക്ലാസ് എന്നാണെന്ന് 2 ദിവസത്തിനുള്ള അനൗൺസ് ചെയ്യുന്നതാണ്. വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.